പക്ഷേ എങ്കിൽ പോലും ചില കാഴ്ചകളെങ്കിലും നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ പിന്നീട് പലപ്പോഴും നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. വീണ്ടും വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാഴ്ചകൾ ഉണ്ടാകാറുണ്ട്. അത്തരം കാഴ്ചകളെ ഒരു ചിത്രമായി കയ്യിൽ കിട്ടുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുക, ഏറ്റവും കൂടുതൽ ആനന്ദമുണ്ടാകുക. ആ ആനന്ദമാണ് ഫോട്ടോഗ്രാഫി എന്ന കലയുടെ ജീവൻ. അത്തരത്തിൽ ഒരു ഫോട്ടോഗ്രാഫി എന്ന കലയുടെ ജീവൻ കണ്ടെത്തിയ ഒരു ഫോട്ടോഗ്രാഫറാണ് നമ്മോടൊപ്പം ഇന്ന് ഈ സുപ്രഭാതത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഒരുപക്ഷേ ഫോട്ടോഗ്രാഫിയുടെ വിവിധ വഴികളിലൂടെ ഒരുപാട് സഞ്ചരിച്ച് ഭാഷകൾക്കപ്പുറത്തേക്ക്, ദേശങ്ങൾക്കപ്പുറത്തേക്ക് ആ കലയുമായി സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ ജ്യോതി കരാട്ട്. ജ്യോതി, ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ പ്രേക്ഷകർ ഈ മുഖം കാണുന്നവരെ കരുതിയിരുന്ന ഒരു പുരുഷനായിരിക്കും, അല്ലെ? സാധാരണ ഒരു ഫോട്ടോഗ്രാഫർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ആദ്യം അങ്ങനെയാണല്ലോ, അല്ലെ? ആ ഒരു രൂപമാണ് ഇത് കുറെ കാലം മുമ്പ് വരെയെങ്കിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സംശയം, ജ്യോതി എങ്ങനെ ഈ വഴിക്കെത്തി? ഞാൻ ഗ്രാജുവേഷന് വേണ്ടി പഠിച്ചത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഫോട്ടോഗ്രാഫി അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ആൻഡ് ചെറുപ്പത്തിലെ എനിക്ക് വരയ്ക്കാനും പെയിന്റിങ്ങും ഒക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ അതിലേക്ക് അങ്ങനെ അത്ര സ്കില്ലില്ല, ലൈക് പെയിന്റിങ് ആസ് സച്ച്. പക്ഷെ ഫോട്ടോഗ്രാഫി ലൈക് ഡിസ്കവർ ചെയ്തപ്പോൾ ഒരു പുതിയൊരു മീഡിയ ആയിരുന്നു, ലൈക്ക് ടു എക്സ്പ്രസ് യുവർ സെൽഫ് ആൻഡ് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ പുറത്തേക്ക് എടുക്കാൻ പറ്റിയ ഒരു മീഡിയ ആയിരുന്നു. അപ്പൊ അങ്ങനെ അതെടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ഒരു പശ്ചാത്തലത്തിന്റെ പ്രശ്നമുണ്ട്, അല്ലേ? കാരണം നമ്മുടെ ഫാമിലിയിൽ ആരും അങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നില്ല, അല്ലേ? ഇല്ല, ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് തന്നെയാണ് വഴി എന്ന് അറിയണമെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു സപ്പോർട്ട് അതൊക്കെ ഉണ്ടായിരുന്നു കാര്യമായിട്ട്? വീട്ടിൽ നിന്ന് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അച്ഛനും അമ്മയും ചേച്ചിയും ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഏറ്റവും വലിയ, നമുക്കിപ്പം ഈവൻ എനി ഫാമിലി എടുത്തു കഴിഞ്ഞാലും ഒരു കുട്ടിക്ക് ഇപ്പം അവർക്ക് ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് ആവണം, ഒരു സിംഗർ ആവണം, ഡാൻസർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ടാലന്റ് ഉണ്ട് എന്ന് എനിക്ക് ഒരു തോന്നിയ സമയത്ത് എനിക്ക് ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു. ദേ വർ റെഡി ടു എൻകറേജ് മീ ഇൻ ദാറ്റ് ഡയറക്ഷൻ. അപ്പോ ജനിച്ചതും പഠിച്ചതും വളർന്നതും ഒക്കെ കേരളത്തിലാണ്, കോഴിക്കോടാണ്. കോഴിക്കോടാണ്, വേരുകൾ തൃശ്ശൂരുണ്ട്, അല്ലെ? തൃശ്ശൂരൊക്കെയാണ് ഇങ്ങനെ ഒരു, പക്ഷെ എനിക്ക് തോന്നുന്നു മലബാറിലാണ് ജ്യോതിയുടെ വേരുകളൊക്കെ. പക്ഷെ ഇപ്പോ സ്ഥിരമായി ബാംഗ്ലൂരിലാണ്, അല്ലേ? എന്തുപറ്റി തൃശ്ശൂരിൽ വിട്ട് ബാംഗ്ലൂരിലേക്കൊരു മാറ്റം? എനിക്ക് തോന്നുന്നു ഇപ്പം അറ്റ്ലീസ്റ്റ് നമ്മള് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആസ് എ ഫോട്ടോഗ്രാഫർ ബാംഗ്ലൂരും സിറ്റീസിലാണ് കൂടുതൽ, മെട്രോ സിറ്റീസിലാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഇപ്പം ഏറ്റവും ഇപ്പം മേ ബി ബെസ്റ്റ് ഇപ്പൊ ബോംബെയിലോ ഡൽഹിയിലോ ആയിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് കുറച്ചുകൂടെ വീടിന് കേരളത്തിനോടൊക്കെ കുറച്ചും കൂടെ അടുത്ത് പിന്നെയും ബാംഗ്ലൂർ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ബാംഗ്ലൂർ ആയിരുന്നേ ഉള്ളൂ. അപ്പം ബേസിക്കലി ഇപ്പം ഏതൊരു ഇന്റർനാഷണൽ ന്യൂസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മാഗസീൻ അങ്ങനത്തെ ഒക്കെ ഒരു ഓഫീസെങ്കിലും ബാംഗ്ലൂർ ഉണ്ടാവും. ഒരു ഹെഡ് ഓഫീസ് ബോംബെ അല്ലെങ്കിൽ ഡൽഹി ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു മൂവ്മെന്റിനും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ എനിക്ക് ബാംഗ്ലൂരാണ് കൂടുതൽ തോന്നുന്നത്. പക്ഷെ ഒരു ഫോട്ടോഗ്രാഫർ എന്ന പേരിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത്ര ശരിയായില്ല എനിക്ക് തോന്നുന്നു. കാരണം അതിനൊക്കെ അപ്പുറത്തേക്കാണ് ജ്യോതിയുടെ ചില മേഖലകൾ. ഫോട്ടോ എഡിറ്റർ എന്ന് കൂടി ഞാൻ പറയേണ്ടിയിരിക്കുന്നത്, അല്ലേ? അതെ. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് അത്ര പരിചയം ഉണ്ടാവില്ല ഈ ഫോട്ടോ എഡിറ്റിംഗ് എന്നതിനെ കുറിച്ച്. പറയാം. ഫോട്ടോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പത്രങ്ങളിലും മാഗസീനിലൊക്കെ കാണുന്ന ചിത്രങ്ങൾക്കൊക്കെ ഒരു ഫോട്ടോ എഡിറ്റർ ഉണ്ടാവും. ഇപ്പം ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുന്ന ഒരു സബ് എഡിറ്റർമാർ തന്നെ ഒരു ഫോട്ടോ എഡിറ്റർ ഉണ്ടാവും. അപ്പോൾ ഓരോ കഥകൾക്കും അതിന് പറ്റിയ ചിത്രങ്ങൾ ചൂസ് ചെയ്ത് ഇടാനും അല്ലെങ്കിൽ ചിത്രങ്ങൾ മാത്രം ഉപയോഗിച്ച് കഥകൾ പറയാനും അതിനൊക്കെ ഉള്ള ഒരു ആളാണ് ഫോട്ടോ എഡിറ്റർ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഫുഡ് ക്രിട്ടിക് അല്ലെങ്കിൽ ഒരു ആർട്ട് ക്രിട്ടിക് മാതിരി തന്നെ. ഇപ്പൊ നമ്മൾ ഫോട്ടോസ് എടുത്ത് അത് എന്തുകൊണ്ട് നമ്മൾ ഇന്ന ഫോട്ടോ എടുക്കണം, അല്ലാതെ വേറെ ഒരു ഫോട്ടോ എന്തുകൊണ്ട് എടുക്കരുത്, അങ്ങനത്തെ ഒക്കെ നമ്മൾ തീരുമാനിച്ച് ആർട്ട് ഡിസൈൻ അല്ലെങ്കിൽ ഡിസൈൻ ടീമാരാ ഉള്ളതെന്ന് വെച്ചാൽ അവരുടെ കൂടെ വർക്ക് ചെയ്ത് ഉപയോഗിക്കുന്ന ആ ഒരു മേഖലയിൽ. പക്ഷെ ജ്യോതി പ്രവർത്തിക്കുന്നത് ഇവിടെയല്ല, ശരിക്കും ഇന്ത്യയിലാണ്. നമ്മൾ ബാംഗ്ലൂരിലൊക്കെ ആണെന്ന് പറയുന്നെങ്കിലും ജ്യോതിയുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് അവർക്ക് പുറത്താണ്. ഇപ്പൊ US ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടുണ്ട്, അല്ലേ? എങ്ങനെയാണ് അവരുമായിട്ടുള്ളൊരു അവിടുത്തെ വർക്ക്? എന്താണ് ഒരു US ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്, കൂടുതൽ ചാലഞ്ചസ്? അതെ. വൺ ഓഫ് ദി ബിഗസ്റ്റ് ചാലഞ്ചസ് ഐ തിങ്ക് ഇസ് ഒരു US ഓഡിയൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ കൾച്ചേഴ്സ്, അവരുടെ ടേസ്റ്റ്, അവരുടെ സ്റ്റൈൽസ് അതൊക്കെ നമ്മൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം, അതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യയിലായിരിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ അധികം എഫേർട്ട് ഇല്ലാതെ ഇപ്പൊ നമ്മൾ പത്രങ്ങൾ വായിക്കും, TV കാണും. ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് നമുക്ക് എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കാം.
പക്ഷെ US-ലെ ഓഡിയൻസിന് എന്താ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നതെന്ന് ഇതാക്കുന്ന കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വെച്ചാൽ ബുദ്ധിമുട്ട് വെച്ചാൽ അങ്ങനെയല്ല, നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് എടുക്കണം. എപ്പോഴും ലൈക്കിനോ ഇന്റർനെറ്റിലോ എന്താന്ന് വെച്ചാൽ അവിടുത്തെ പത്രങ്ങളും TV ചാനൽസും അത് ഇതൊക്കെ നോക്കി അറിഞ്ഞിരിക്കണം അവർക്ക് എന്താ ഇൻട്രസ്റ്റ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ദിവസത്തെ വാർത്ത എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഓഡിയൻസിന് ഇൻട്രസ്റ്റ് ഉള്ള ഇന്റർനാഷണൽ ന്യൂസ് ആയിരിക്കില്ല അമേരിക്കൻ ഓഡിയൻസിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ പോലും എല്ലാം ഭയങ്കര മൈന്യൂട്ടായിട്ട് നോക്കേണ്ടിയിരിക്കും. ഒരു കലയുടെ ഒരു ഏറ്റവും അവസാനം ഏറ്റവും വലിയ ഒരു പരിപൂർത്തി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്റെ ഏറ്റവും വലിയ പൂർണ്ണത എന്ന് പറയുന്നത് ആ കലയ്ക്ക് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുമ്പോഴാണ് അല്ലേ? അങ്ങനെയാണ് തീർച്ചയായും എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ ഭാഗവതിയാണ് ജ്യോതി. കാരണം ജ്യോതിയുടെ ചില ഫോട്ടോസ് ചില മാറ്റങ്ങൾ ചില ഭാഗങ്ങളിലെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്തരം അനുഭവങ്ങളും ജ്യോതിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ചില ഫോട്ടോസ് ഉണ്ടാക്കിയ ചില മാറ്റങ്ങൾ അതും വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ അതൊക്കെ ഒന്ന് പറയാം പ്രേക്ഷകരോട് അല്ലേ? എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള ഒരു ഇത് ഞാൻ ആക്ച്വലി എന്റെ ആദ്യത്തെ ഒരു ഫുൾ ഫ്ലെജ് ഡോക്യുമെന്ററി പ്രോജക്റ്റ് ആയിരുന്നു. അതായത് ജസ്റ്റ് സ്റ്റിൽ ചിത്രങ്ങൾ മാത്രമല്ല, ഓഡിയോ, കുറെ ആനിമേഷൻസ്, മൂവ്മെന്റ്സ് അങ്ങനെയെല്ലാം ഉപയോഗിച്ച് ശരിക്കും ഒരു ഫിലിം മേക്കിംഗ് എന്ന് തന്നെ പറയാം. പക്ഷെ ഇത് സ്മോളർ ആൻഡ് ഒരു 10 മിനിറ്റ് ഇതായിരുന്നു. അപ്പൊ ആ ഡോക്യുമെന്ററി പ്രോജക്ട് ഞാൻ ചെയ്തത് ഒരു ഓർഫനേജിലായിരുന്നു, കോയമ്പത്തൂർ അവിനാശി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഒരു ടൗൺ ആണ്. അവിടെ ഉള്ളൊരു വില്ലേജ് ആയിരുന്നു. അവിടെ കുട്ടികളും വയസ്സായ ആൾക്കാർക്കുമുള്ള വൃദ്ധാശ്രമം അങ്ങനെ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പൊ അവർക്ക് ഭയങ്കര ഫണ്ടിന് ഭയങ്കര പ്രശ്നമായിരുന്നു. കുറെ ഒരു 10-30 കുട്ടികളും ഉണ്ടായിരുന്നു, ഒരു 20 വയസ്സായ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് വെക്കണം എന്നായിരുന്നു ആഗ്രഹം. എന്നുവെച്ചാൽ കുട്ടികൾക്ക് ഈ വയസ്സായ അപ്പൂപ്പനമ്മമാരുള്ളതും ഇഷ്ടമാണ്, അവർ വയസ്സായ ആൾക്കാർക്ക് ഈ കുട്ടികളുള്ളത് ഇഷ്ടമായിരുന്നു. പക്ഷെ അവർക്ക് അതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. അവർക്ക് ആകെ ഒരു ചെറിയൊരു ഗരാജ് മാരത്തെ ഒരു സ്ഥലമായിരുന്നു. ഒട്ടും സൗകര്യം ഉണ്ടായിരുന്നില്ല, ചൂടാണ്. പെൺകുട്ടികളുടെ ഓർഫനേജ് ആയിരുന്നു, അവർക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല, അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇതായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഒരു ആഴ്ച അവരുടെ കൂടെ താമസിച്ച്, പിള്ളേരുടെ കൂടെയും അവരുടെ ആശ്രമത്തിലൊക്കെ താമസിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്തു. അങ്ങനെ അവർക്ക് കൊടുത്തു. അതിന് ഞാൻ ഇതൊന്നും പേയ്മെന്റ് ഒന്നും വാങ്ങിയിട്ടില്ല, ഇതായിട്ട് തന്നെ ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞ് അപ്പൊ ഞാൻ എപ്പോഴും അവരുമായിട്ട് കോണ്ടാക്ട് വെക്കാറുണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് അവർ പറയുമായിരുന്നു എൻ്റെ അടുത്ത്, ഈ ഡോക്യുമെന്ററി ഞങ്ങളിങ്ങനെ ഫണ്ട് റേസ് ചെയ്യാൻ പോകുമ്പോൾ ഇതാണ് കാണിച്ചു കൊടുക്കുക, അവരത് നോക്കിയിട്ടാണ് ഫണ്ട് തരുന്നത് അങ്ങനെയെന്നൊക്കെ. അത് കഴിഞ്ഞ് 2 കൊല്ലത്തിന് ശേഷം ഞാൻ അവരെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ അവര് ആ ഒരു മുറി, ആ ചെറിയൊരു ഗരാജിൽ നിന്ന് അവരൊരു 8 ഏക്കർ സ്ഥലത്തിലേക്ക് മാറി നല്ലൊരു വൃത്തിയുള്ള ബിൽഡിംഗ് ആയി, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, വെള്ളത്തിന് പ്രശ്നമില്ല, ഈ എല്ലാവരും ഒരുമിച്ച് നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു ചിത്രമായിരുന്നു ഞാൻ കണ്ടിരുന്നത്. അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്ന ഒരു. പക്ഷേ ലോകശ്രദ്ധയിൽ കൊണ്ടുവന്ന ചില ചിത്രങ്ങളുണ്ട്, അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. ജ്യോതി ചില ചിത്രങ്ങൾ പ്രത്യേകിച്ച് കംബോഡിയയിലുണ്ടായിരുന്ന ഒരു ഇൻസിഡന്റ് അല്ലേ? അത്രയും ചില വളരെ റിസ്ക് അല്ലേ ആ ഒരു എടുക്കുമ്പോൾ? അല്ലെങ്കിൽ അത് നമ്മൾ അത്രയും മനസ്സിൽ കണ്ടിരുന്നു അത്തരം ഒരു ചിത്രം? അത് അവിടെ കംബോഡിയയിൽ ഞാൻ ചെയ്തിരുന്നത് ഒരു റേപ്പ് വിക്ടിം സ്റ്റോറി ആയിരുന്നു. അത് മോർ ദൻ ഡേഞ്ചർ, അതൊരു ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ ഒരു റേപ്പ് വിക്ടിം എന്ന് പറയുമ്പോൾ കുറെ മീഡിയ എത്തിക്സും ലോസും ഒക്കെ വരും. അങ്ങനെ അവരുടെ ഫേസ് കാണിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ. പിന്നെ ഈവൻ ആക്സസിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ വെറുതെ അങ്ങ് പോയി കഴിഞ്ഞാൽ അവര് ഇപ്പൊ ഞാൻ ഒരു വിക്ടിമാണ്, എന്നെ ഫോട്ടോ എടുക്കും എന്ന് പറയില്ലല്ലോ. അപ്പൊ പക്ഷെ ഞാന് അവിടെ കംബോഡിയൻ വിമൻ ക്രൈസിസ് സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു NGO ഉണ്ട്, ഒരു ഏജൻസി. അവര് അവിടെ കുറെ ഡൊമസ്റ്റിക് വയലൻസും റേപ്പ് വിക്ടിംസിനെയൊക്കെ സഹായിക്കാനുള്ള കുറെ നല്ല നല്ല വർക്കുകൾ, റീഹാബിലിറ്റേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അവര് വഴി ആണ് ഇവരെ ഈ കുട്ടീനെ അപ്രോച്ച് ചെയ്തതും അവരുടെ സ്റ്റോറിയൊക്കെ ചെയ്തതും. ഈവൻ നമ്മള് ചിത്രങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് പോലും അവർക്ക് ഇപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സബ്ജക്ട്സിന് അവർക്ക് അധികം ഇതിനെക്കുറിച്ചൊന്നും അധികം വിവരം ഉണ്ടാവില്ല. അവർക്ക് ഇപ്പൊ എന്താ നമ്മൾ ഫോട്ടോ എടുത്ത് അവർ എന്താ അതുകൊണ്ട് ചെയ്യാൻ പോകുന്നൊന്നും ഉണ്ടാവില്ല. അവർ അങ്ങ് ട്രസ്റ്റ് ചെയ്യും നമ്മളെ, ഭയങ്കര ഒരു വിശ്വാസ അതാണ്. അപ്പൊ നമ്മൾ ആ വിശ്വാസം ഉണ്ടാക്കാതെ എന്താ പറയാ കുട്ടിയുടെ മുഖം കാണിക്കാതെ ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഒരു ചാലഞ്ചാണ്. അതന്നെ പക്ഷെ ഭയങ്കര ഗ്രാറ്റിഫൈങ് ആണ്. എൻഡ് ഓഫ് ദി ഡേ അവരുമായിട്ട് നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ്
ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് വെരി. ഓക്കെ. ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചു അല്ലേ? ഇപ്പം ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചു, കേരളത്തിലും സഞ്ചരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള സ്ഥലം ഏതായി തോന്നിയിട്ട് ഏതാണ്? ലേ ലഡാക്കാന്ന് തോന്നുന്നു. എനിക്ക് ഏറ്റവും ഇന്ത്യ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യ ഈസ് എ വേൾഡ് ഇൻ ഇറ്റ് സെൽഫ്. ഇപ്പൊ ഇന്ത്യയിലെ ഓരോരോ സ്ഥലങ്ങൾ പോയി കഴിഞ്ഞാലും ഒരുവിധം ഡിഫറെന്റ് കൾച്ചേഴ്സും ഈവൻ ജോഗ്രഫിക്കലിയും നമുക്ക് മൗണ്ടൻസ് ഉണ്ട്, സീ ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്. ഐ മീൻ വാട്ട് എൽസ് ക്യാൻ വി ആസ്ക് ഫോർ? അങ്ങനെ. പക്ഷെ ഐ തിങ്ക് ലേ ലഡാക്ക് ഇസ് ഏറ്റവും ബ്രെത്ത് ടേക്കിംഗ്ലി ബ്യൂട്ടിഫുൾ. ഐ തിങ്ക് അതെ, ഒരുപാട് പ്രമുഖരോടൊപ്പം ജോലി ചെയ്തു അല്ലെ? വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അവരിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യക്ക് അകത്തും പുറത്തും ഒക്കെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ പോയിരിക്കുന്നു ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ ബാലു മഹേന്ദ്രയെ പോലെയുള്ള ഒരാൾ ഇത് നോക്കൂ, ഈ കുട്ടി നോക്കി പഠിക്കുമെന്ന് മറ്റൊരാൾ പറഞ്ഞിരിക്കുന്ന ജ്യോതിയെ പറ്റിയാണ് അല്ലെ? ആ ഒരു അനുഭവം എന്തായിരുന്നു? അത് ഞാനൊരു പബ്ലിക് ഫംഗ്ഷൻ ആയിരുന്നു. പബ്ലിക് ഫംഗ്ഷനിൽ ഞാൻ ഫോട്ടോ ചെറുതായിട്ട് ഞാൻ ഫോട്ടോഗ്രാഫിനെ കുറിച്ച് സംസാരിക്കാനും സ്ലൈഡ് ഷോ എന്റെ ചിത്രങ്ങൾ കാണിക്കാനായിരുന്നു. അപ്പൊ എന്റെ ചിത്രങ്ങൾ ഞാൻ കഴിയുന്നതും നാച്ചുറൽ ലൈറ്റ് ഉപയോഗിച്ചിട്ട് എടുക്കുക. ഞാൻ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് വളരെ കുറവേ ഉപയോഗിക്കാറുള്ളൂ. അപ്പം ആ ചിത്രങ്ങൾ കണ്ടതിന് ശേഷം അപ്പൊ ബാലു മഹേന്ദ്ര പറഞ്ഞു ഇങ്ങനെ ആംബിയൻ ലൈറ്റ് ഉപയോഗിച്ചിട്ട്. ഞാൻ എന്റെ അസിസ്റ്റൻസിനോട് പറയും എപ്പോഴും ആംബിയൻ ലൈറ്റ് ഉപയോഗിക്കും അങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടിയത് ഭയങ്കര എനിക്ക്. ഇതിനു മുമ്പ് സംസാരിച്ചപ്പോഴൊക്കെ ജ്യോതി കൂടുതലും ഇംഗ്ലീഷിലായിരുന്നു സംസാരിച്ചത്. ഇത്രയും സമയം മലയാളത്തിൽ സംസാരിച്ചു, വളരെ ബുദ്ധിമുട്ടി സംസാരിക്കാം അല്ലേ? ഞാൻ കോൺഷ്യസ്ലി മലയാളം. ഇതിനു മുമ്പ് സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ജ്യോതി അല്ല ഇപ്പോ സംസാരിച്ചത്, കഴിഞ്ഞ അരമണിക്കൂറെ സംസാരിച്ചു. എന്തായാലും വളരെ സന്തോഷം, ഇത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും മലയാളത്തിൽ നമ്മളോട് സംസാരിച്ചത്. ഒരുപാട് വിവരങ്ങളിലേക്ക് ഇനി എത്തട്ടെ, ഞങ്ങളൊക്കെ ഉണ്ടാവും ഒപ്പം പ്രാർത്ഥനയുമായിട്ട്. ഒരുപാട് വിവരങ്ങളെത്തും, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.